നമസ്കാരം കൂട്ടുകാരെ, ഇതാണ് കരിയാപ്പിൻ്റെ കായ കേട്ടോ. നല്ല കരിയാപ്പിൻ തൈകൾ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ വിളഞ്ഞ് പഴുത്തിട്ടുള്ള കാകളെടുത്തിട്ട് വേണം നമ്മൾ തൈ ഉണ്ടാക്കാൻ. ഇത് പാകി വേണം തൈ ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ കരിയാപ്പിന് തൈ കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഡയറക്റ്റ് ഇപ്പം ആ കരിയാപ്പിന് ചവിട്ടി ഒരുപാട് തൈകൾ കാണും. ആ തൈകൾ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പിഴുത് കളയുമെങ്കിൽ പിഴുതെടുക്കുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള സൈഡിൽ കൂടെ ഉള്ള വേരുകളെല്ലാം പോകും. അതുകൊണ്ട് ഇത് കരിയാപ്പ് മുരടിച്ച് പോകുന്നത്. അപ്പോൾ തൈ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഇതേപോലെ അരിയിട്ട് പാകിയ തൈകളാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു കൂടയ്ക്കകത്ത് കൊണ്ടിട്ടിട്ട് നമ്മൾ പാകി കിളിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ മഴക്കാലമാണ്, കൃത്യമായിട്ട് പാകാൻ പറ്റിയ സമയമാണ്. ഒരു 6-7 ദിവസം നമ്മൾ ഈ അരി എടുത്തിട്ടൊന്ന് പുകയത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ പാകി കിളിപ്പിച്ചാൽ മതി. നല്ല തൈകളുണ്ടാവും. ഇപ്പോൾ ഈ കരിയാപ്പിനൊക്കെ ഗ്രോത്ത് ഉണ്ടില്ല, കാട് പോലും നിൽക്കുക. അപ്പോൾ അരിയിട്ട് പാകി കിളിപ്പിക്കുന്ന തൈകളാണ് നന്നായിട്ട് വരുന്നത്. അല്ലെങ്കിൽ എത്ര കരിയാപ്പ് നട്ടെന്ന് പറഞ്ഞാൽ മുരടിച്ച് പോകും. ഒരു 2 അടി 3 അടി ഹൈറ്റ് എത്തും, പിന്നെ മുരടിച്ച് പോകും. അല്ലെങ്കിൽ പിന്നെ 4 പോലെ മുന്നോട്ട് പോകും, ഇല ഉണ്ടാകത്തില്ല. അരി കണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരിടത്ത് വന്നപ്പോഴത്തേക്കും വഴി കണ്ട ഒരു വീട്ടിൽ നിന്ന് കയറി പറിച്ചതാണ് കേട്ടോ. അവർ കണ്ടിട്ടില്ല, ഞങ്ങളെ കാണിക്കാൻ വേണ്ടി പറിച്ചതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ നന്ദി, നമസ്കാരം.